നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഉള്ളൊരു കാര്യം പറയാം. അതായത് പണ്ടൊക്കെ പഴയ കാലഘട്ടത്തിലൊക്കെ പണം ഉള്ള ആളുകളെ കൂടുതൽ അസൂയയുടെ ആളുകൾ നോക്കിക്കണ്ടിരുന്നു. എന്നാൽ ഇന്ന് കാലഘട്ടം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ചെയ്യുന്നത് നല്ല ആരോഗ്യമുള്ള ആളുകളെയാണ് ആളുകൾ അസൂയയോടെ നോക്കുന്നത്. അത് ആരോഗ്യം അത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ ചെറുപ്പമായി ജീവിക്കാം, എങ്ങനെയൊന്നും നമ്മളെ യുവത്വം നിലനിർത്താം എന്ന കാര്യമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, യാതൊരു സംശയം അത് കാണുന്നത് ഡെയിലി എക്സസൈസ് ജീവിതത്തിന് ഭാഗമാക്കി മാറ്റുക. ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം. നല്ല രീതിയിൽ നമ്മൾ എത്രത്തോളം നല്ല എക്സസൈസ് അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ നല്ലൊരു പവർ അല്ലെങ്കിൽ ഒരു എനർജി അല്ലെങ്കിൽ ഒരു യുവത്വം തോന്നാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, ഈ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന നിങ്ങളുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അവരെ നോക്കിയത്ര കാര്യങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ആളുകളെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഡെയിലി എക്സസൈസ് ചെയ്യുക. മറ്റു പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് ഈ ഡ്രസ് കോൺഫിഡൻസ്. ഡ്രസ്സിങ്ങിൽ നമ്മളെ പ്രായത്തെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ചില ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ വളരെ പ്രായം കൂടുതൽ തോന്നും, എന്നാൽ ചില ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ വളരെ യങ്ങായിട്ട് അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചെയ്യണം, നമുക്ക് ഓരോരുത്തർക്കും സ്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെ കോഡ് കണ്ടെത്തേണ്ടതുണ്ട്. അത് നമ്മുടെ പാർട്ട്ണറോടോ നമ്മുടെ സുഹൃത്തുക്കളോടോ ഏട്ടൻ ജ്യേഷ്ഠന്മാർ അനിയന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി അത്തരം ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സിങ്ങിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 വയസ്സ് കുറയുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, ചില കല്യാണത്തിനും സൽക്കാരം ചെന്നാൽ ചില ആളുകളെ എല്ലാവരും ശ്രദ്ധിക്കും. അവരവരെ സൗന്ദര്യം കൊണ്ടല്ല, അവരെന്തെങ്കിലും അവരുടെ ഡ്രസ്സിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിനെന്ത് ചെയ്യുക, നല്ല ഡ്രസ്സ്, നമുക്ക് ബോഡിക്ക് അനുയോജ്യമായ ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കുന്നതോടുകൂടെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് പ്രായക്കുറവ് കാണാൻ വരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു മറ്റു പോയിന്റാണ് ബാലൻസ്ഡ് ഡയറ്റ്. നമ്മളെ ഈ അസുഖത്തിനും നമ്മളെ ഈ പണത്തടിക്കൊക്കെ പ്രധാന കാരണം ഫുഡ്, അശാസ്യമായിട്ടുള്ള ഫുഡ്, അമിതമായിട്ടുള്ള ഫുഡ് എന്ത് ചെയ്യുക, ഒരു പാകത്തിന് കഴിക്കുന്ന രീതിയിലേക്ക് മാറുക. ഇപ്പോൾ നമ്മളെ മലയാളി വയ്ക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 5 നേരം, അതിന് 3 നേരത്തേക്ക് മാറ്റുക. രാവിലെ ഒരു പാകത്തിന്, ഉച്ചക്കും പാകത്തിന്, വൈകുന്നേരം നേരത്തെ ഭക്ഷണം കഴിക്കുക. അത് അരി ഭക്ഷണം, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സിലേക്കോ വെജിറ്റബിൾസിലേക്കോ അല്ലെങ്കിൽ ജ്യൂസിലേക്കോ മാറുന്ന രീതിയിലേക്ക് മാറുക. ഇങ്ങനെ എന്ത് ചെയ്യുക, പാകത്തിന് ഭക്ഷണം കഴിക്കുന്നതോടുകൂടി എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ യുവത്വം വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊരു പോയിന്റാണ് നാച്ചുറൽ റെമഡീസ്. ഈ നാച്ചുറൽ റെമഡീസ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മളെ പൂർവികന്മാരൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം നല്ല രീതിയിൽ നല്ല എണ്ണ തേച്ച് കുളിച്ചിരുന്നു. അതുപോലെ തന്നെ നാച്ചുറൽ താളികൾ, ഈ ചെമ്പരത്തിൻ്റെ ഇല അല്ലെങ്കിൽ കുറുന്തോട്ടിൻ്റെ ഇലയ്ക്ക് ഉപയോഗിച്ച് താളികൾ ഉപയോഗിച്ച് ഒരു തല കഴുകി അവർ കുളിച്ചിരുന്നു. പിന്നെ മാത്രമല്ല അലോവേര അല്ലെങ്കിൽ കറ്റാർ വാഴ പോലത്തെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നാച്ചുറൽ ഉപയോഗിച്ച് മുഖത്തൊക്കെ നല്ല തേച്ച് പിടിപ്പിച്ച് സൗന്ദര്യം നിലനിർത്തിയിരുന്നു. ഇങ്ങനെ ഇത്തരം നാച്ചുറൽ ആയിട്ട് റെമഡീസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. മറ്റു പ്രധാനപ്പെട്ട പോയിന്റാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. വളരെ പ്രധാനപ്പെട്ട ഈ തൊലിൻ്റെ സൗന്ദര്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക. ഈ തൊലിൻ്റെ സൗന്ദര്യം വെള്ളം ഒരു പരസ്പരം കണക്റ്റഡാണ്. നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചെന്ന് ശരീരത്തിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടും, രക്തത്തിൻ്റെ കണ്ടന്റ് കൂടും. രക്തത്തോടൊപ്പം എന്ത് ചെയ്യും, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തും. മാത്രമല്ല ഈ ഓക്സിജനത്തിന് കൂടെ എന്ത് ചെയ്യും, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് രക്തം എത്തുമ്പോൾ ഈ ശരീരത്തിൻ്റെ വേസ്റ്റുകളും മാലിന്യങ്ങളൊക്കെ തിരിച്ചെടുക്കാനും മാത്രമല്ല വേർപ്പ് ഗ്രന്ഥികൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും നിങ്ങളുടെ തൊലി നല്ല തിളങ്ങി നിൽക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല വെള്ളം കുടിക്കുക. കിട്ടുന്ന അവസരത്തിലൊക്കെ എന്ത് ചെയ്യുക, നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. മറ്റു പ്രധാന പോയിന്റാണ് സ്കിൻ കെയർ. നമ്മുടെ സ്കിന്ന് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അതായത് നല്ല കൂടുതൽ വെയിലുള്ള സ്ഥലത്തേക്ക് പോകുന്ന നല്ല സ്കിൻ കെയർ ഓയിലുകൾ ഉപയോഗിക്കുക. അതുപോലെ നമ്മൾ ബൈക്കിലോ അങ്ങനത്തെ ലോങ് ഡ്രൈവിന് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ ഈ ചില ആളുകൾ ബൈക്ക് ഓടിക്കുന്ന കറുത്ത നിറം വരുന്നതാണ്, അത് സൺബേൺ. അപ്പോൾ എന്ത് ചെയ്യാം, അതിന് വേണ്ട ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞു പോയിട്ട് എന്ത് ചെയ്യുക, ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേച്ച് കുടിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ നാച്ചുറൽ താളികളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്വാളിറ്റി സ്ലീപ്പ്. ഒരു ദിവസം 7 മണിക്കൂറെങ്കിലും ഉഷാറായിട്ട് ഉറങ്ങണം. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലെ റിപ്പയർ വർക്കുകൾ, കോശത്തെ റിപ്പയർ വർക്കുകൾ നടക്കുക, ഈ ഫാറ്റ് ബേൺ പ്രോസസ്സ് നടക്കുക. നല്ല രീതിയിൽ ഉറങ്ങണം. ഉറക്കത്തിന് ഷോർട്ട് വരാൻ പാടില്ല, എന്നാലും ഉറക്കം അധികമാവാനും പാടില്ല. ഒരു കാരണവശാലും പകൽ ഉറങ്ങരുത്. പകൽ ഉറങ്ങിയാലും ബോഡിക്ക് ഡാമേജ് വരും. അപ്പോൾ എന്ത് ചെയ്യുക, രാത്രി തന്നെ ഒരു ദിവസം നല്ല രീതിയിൽ 7 മണിക്കൂർ നല്ല ഡീപ്പ് സ്ലീപ്പ്, നല്ല എന്ത് ചെയ്യുക, നല്ല ക്വാളിറ്റി സ്ലീപ്പ് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാന പോയിന്റാണ് പോസിറ്റീവ് തിങ്കിങ്. ഈ പോസിറ്റീവ് തിങ്കിങ് വളരെ പ്രധാനം. അതായത് നമ്മൾ എന്ത് കണ്ടാലും പോസിറ്റീവ് ചിന്തിക്കുക. എന്നെക്കൊണ്ട് കഴിയും, എന്നെക്കൊണ്ട് എത്ര കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇങ്ങനെ പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്രായത്തെ ഒന്ന് കുറക്കാൻ സാധ്യത കൂടുതലാണ്. മറ്റു പ്രധാനപ്പെട്ട പോയിന്റാണ് സെൽഫ് ലവ്, മീ ടൈം. അതായത് നമ്മളെ ഒന്ന് ഇഷ്ടപ്പെടേണ്ടതുണ്ട്. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഒരു ദിവസം കുറച്ച് സമയങ്ങൾ മാറ്റി വെക്കുക.
നമ്മൾ നമ്മുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശരീരത്തിൽ ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ ജീവിച്ചു പോവുക, ജീവിതത്തിൽ പല തിരക്കുകളാണ്. ഈ തിരക്കുകളിൽ നമ്മൾ ശരീരത്തെ നോക്കാറില്ല പല ആളുകളും. അങ്ങനെയല്ല, നമ്മളെ ബോഡിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരു ദിവസം അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. നമ്മുടെ ശരീരത്തിലെ ഓരോ സംവിധാനത്തെ ഒന്ന് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തെങ്കിലും ശരീരത്തിന് അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കാണാൻ ഒരു കാരണവശാലും മടിക്കരുത്. ഇങ്ങനെ തീരെ ശരീരത്തെ നോക്കാതെ നിൽക്കുന്ന ആളുകൾക്കാണ് പെട്ടെന്നുള്ള പല അസുഖങ്ങളും അറ്റാക്ക് പോലെ അസുഖങ്ങളൊക്കെ വരാൻ കാരണം. അതുപോലെ തന്നെ നമ്മൾ ഒരു 40 കഴിഞ്ഞ ആളുകൾ എന്തായാലും ഒരു 3 വർഷം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും നല്ല രീതിയിൽ ഒരു ബോഡി ചെക്കപ്പ് നടക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ മറ്റൊരു പോയിന്റാണ് നമ്മുടെ ഹെയർ കെയർ. അതായത് നമ്മുടെ മുടി നല്ല രീതിയിൽ സംരക്ഷിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ മുടി നല്ല രീതിയിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് വളരെ പ്രായക്കുറവ് തോന്നും. മുടി ഒരു ബ്യൂട്ടി പാർലർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ ആളുകൾ പറയിപ്പിക്കാത്ത രീതിയിൽ മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് ഒതുക്കി വെച്ചാൽ തന്നെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ഥിരതയോടെ ചെയ്യുക. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, യങ് മൈൻഡ് സെറ്റിൽ ജീവിക്കുക, ഒരു ചെറുപ്പക്കാരിയെ ജീവിക്കുക, ഒരു ചെറുപ്പക്കാരിയെ പോലെ ജീവിക്കുക. ഞാൻ ചെറുപ്പക്കാരിയാണെന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. നമ്മുടെ മനസ്സ് ചെറുപ്പമാകുമ്പോൾ നമ്മുടെ ശരീരം ഘട്ടം ഘട്ടമായി ചെറുപ്പം വരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.